ഹായ് വെൽക്കം ടു അബിസുഷൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 3 പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വളരെയേറെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ബാങ്കിങ് ആപ്പുകൾ, അതായത് പ്രൈവറ്റ് ബാങ്കിങ് ആപ്പുകളൊക്കെ ഉണ്ട് അല്ലേ, പല തട്ടിപ്പ് ആപ്പുകൾ. ഇതിലൊക്കെ നമ്മുടെ ഫോട്ടോസ്, അതുപോലെ തന്നെ നമ്മുടെ സംസാരം, കാര്യങ്ങളെല്ലാം അവർ ക്യാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റുകൾ, നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നമ്മൾ കയറുന്ന പല വെബ്സൈറ്റുകൾ, കാര്യങ്ങളെല്ലാം നമ്മുടെ പല പേഴ്സണൽ ഡാറ്റകളും അവർ ചോർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഗൂഗിൾ ക്രോം കൊണ്ടുപോകുന്നതെന്നല്ല അതിനർത്ഥം, ഗൂഗിൾ ക്രോം വഴി പല വെബ്സൈറ്റുകളിലേക്കും നമ്മൾ കയറുന്നുണ്ട്, പല ആപ്ലിക്കേഷനിൽസ് നമ്മൾ കയറുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പല ഡാറ്റകൾ നമ്മളെ കയ്യിൽ നിന്ന് ചോർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ നമുക്ക് നാളെ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കുറേ സെറ്റിംഗ്സുകൾ ഉണ്ട്, പക്ഷെ അതിൽ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സെറ്റിംഗ്സുകളാണ്. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിന് മുൻപ്, ഇതെല്ലാം പറഞ്ഞു തരുന്നതിന് മുൻപ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും അതിനുശേഷം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോം ബ്രൗസർ, വേൾഡിൽ 99% ആളുകളും മൊബൈലിൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്തു. അവിടെ നമുക്ക് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് വളരെയധികം ശ്രദ്ധിക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിന് സബ് ഓപ്ഷൻസ് കുറേ ഇവിടെ വരുന്നുണ്ട്. നമുക്കതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും താഴേക്കാണ് ഇത് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരേണ്ടത്. ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണും, സൈറ്റ് സെറ്റിംഗ്സ്. ആ സൈറ്റ് സെറ്റിംഗ്സ് ഒന്ന് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് മാറി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിവിടെ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കിവിടെ മൈക്രോഫോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ഈ മൈക്രോഫോൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ അതിനുള്ള പെർമിഷൻ ഇവിടെ മുകളിൽ ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗൂഗിൾ ക്രോം ബ്രൗസർ വഴി നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറിയാലും, ആപ്ലിക്കേഷൻസിൽ ഏതിൽ കയറുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് പ്രശ്നം വരുന്നുണ്ട്, ഈ മൈക്ക് വഴി നമ്മൾ എന്ത് സംസാരിക്കുന്നുണ്ടോ കാര്യങ്ങളെല്ലാം ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു പെർമിഷൻ ഇവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇവിടെ എക്സെപ്ഷൻ കൊടുത്തതിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെത് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ ചോദിക്കും, ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് എന്ത് ചെയ്യുക, ആ സമയത്ത് മാത്രം ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ബാക്കി സമയത്ത് അതൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇനി അതിനുശേഷം നമ്മൾ അതിലും ഭയങ്കരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് നമുക്ക് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ക്യാമറ നമുക്ക് പല ആപ്ലിക്കേഷൻസിലും അത്യാവശ്യമല്ലാത്തൊരു കാര്യം തന്നെയാണ്. പല വെബ്സൈറ്റ്സിലേക്കും ക്യാമറേൻ്റെ ആവശ്യമില്ല, പക്ഷെ നിങ്ങളുടെ ഫോണിലെല്ലാം ഈ ക്യാമറ ഓണായി കിടക്കുന്നുണ്ടാവും. ഈ ക്യാമറ ഓണായി കിടക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇത് ക്യാമറ വഴി ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയും നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെച്ചേക്കുക. അതിവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ക്യാമറയുടെ ആവശ്യം വരുന്ന സമയത്ത് മാത്രം നമ്മൾ ആ സമയത്തേക്ക് മാത്രം നമ്മൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അഗൈൻ ക്യാമറ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ക്യാമറയുടെ ആവശ്യമുണ്ട്, ചില ഫോട്ടോസൊക്കെ ചില വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ആ സമയത്ത് മാത്രം നമ്മൾ പെർമിഷൻ കൊടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഈ 2 സെറ്റിംഗ്സ് കഴിഞ്ഞ് മൂന്നാമത്തെ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ബാക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ഫോണിൽ ചെയ്യുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇവിടെ ഡു നോട്ട് സെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. അതായത് നമുക്ക് സെൻഡ് ഡു നോട്ട് ട്രാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ എന്താണ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ നോക്കുക, അത് ഓൺ ആക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പല മൂവ്മെന്റ്സും അവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ പല ആക്ടിവിറ്റീസും അവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള നമ്മുടെ പരസ്യങ്ങൾ, കാര്യങ്ങളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. നമ്മുടെ പല രീതിയിലുള്ള ഡാറ്റകൾ അവർക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, സെൻഡ് ഡു നോട്ട് ട്രാക്ക് എന്ന് പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാണ്. ഇനി മുതൽ എന്ത് ചെയ്യരുത്, ഈ ഒരു
ഗൂഗിൾ ക്രോം വഴി നമ്മുടെ ഒരു കാര്യങ്ങളും ട്രാക്ക് ചെയ്യരുത് എന്നുള്ളത് അത്രയും അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള 3 സെറ്റിങ്ങുകളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ 3 സെറ്റിങ്ങുകളും നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ചെയ്തോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തോ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. അറിയാത്ത ആളുകൾ ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരുന്നുണ്ട് ഡു നോട്ട് ട്രാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. അത് നമ്മളെ ഒരു വിധത്തിലും ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓഫ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമുക്ക് മൈക്രോഫോണും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പറഞ്ഞു തന്നിരിക്കുന്ന 3 സെറ്റിങ്സുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ഒന്ന് കയറിയിട്ട് ഞാൻ എന്താണോ പറഞ്ഞത്, എനേബിൾ ആണെങ്കിൽ എനേബിൾ, ഡിസേബിൾ ആണെങ്കിൽ ഡിസേബിൾ, അത് വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും അല്ലേ. അപ്പം അതേപോലെ ചെയ്തു വെക്കുക. ഇതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒറ്റ കാര്യം ചെയ്താൽ മതി, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകും. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.